ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വചനം ഇമാം ഇബ്നു അബ്ദുൽ ബർ അദ്ദേഹത്തിന്റെ ജാമിഉ ബയാനിൽ ഇൽം വഫദ്ലിഹി എന്ന കിതാബിൽ ഇപ്രകാരം നൽകിയിട്ടുണ്ട്. എന്താണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്? ലൈസ ലി അഹദിൻ അൻ യഖൂല ഫീ ഷൈഇൻ ഹലാലുൻ വലാ ഹറാമുൻ ഇല്ലാ മിൻ ജിഹത്തിൽ ഇൽം. ഒരു വിഷയത്തിലും ഹലാലാണ് ഹറാമാണ് എന്ന് പ്രസ്താവിക്കുവാൻ പറയുവാൻ ഒരാൾക്കും അവകാശമില്ല ഇൽമിന്റെ ഭാഗത്തിലൂടെയല്ലാതെ. വജിഹത്തുൽ ഇൽം, ഇൽമിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ മാ നസ്സ ഫിൽ കിതാബി ഔ ഫി സുന്നത്തി ഔ ഫിൽ ഇജ്മാ, കിതാബിൽ വ്യക്തമായി വന്നതിലാണ്, സുന്നത്തിൽ വ്യക്തമായി വന്നതിലാണ്, ഇജ്മാഇൽ വ്യക്തമായി വന്നതിലാണ്. അവിൽ ഖിയാസ് അല ഹാദിഹിൽ ഉസൂൽ വമാ ഫി മഅനാഹ, കിതാബ് സുന്നത്ത് ഇജ്മാ എന്ന അസ്ലുകളിൽ അതിൻ്റെ ആശയങ്ങളിൽ ഉള്ളതിൽ ഖിയാസാക്കപ്പെട്ടതിലുമാണ് ഇൽമ്. അതാണ് ജിഹത്തുൽ ഇൽം, അറിവിന്റെ ഭാഗം. എന്നിട്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് ഓതുന്നുണ്ട് സൂറത്തു യൂനുസിലെ 59-60 ആയത്തുകൾ. ഖുൽ അറഅയ്തും മാ അൻസലല്ലാഹു ലക്കും മിർ റിസ്ഖിൻ ഫജഅൽതും മിൻഹു ഹറാമൻ വഹലാല ഖുൽ അല്ലാഹു അദിന ലക്കും അം അലല്ലാഹി തഫ്തറൂൻ വമാ ظنُّ الذين يفترون على الله الكذب يوم القيامة ഇന്നല്ലാഹ ലദൂ ഫദ്ലിൻ അലന്നാസി വലാകിന്ന അക്സറഹും ലാ യശ്കുറൂൻ. ഈ ആയത്തുകളാണ് അദ്ദേഹം ഓതുന്നത്. എന്താ ഈ ആയത്ത് അറിയിക്കുന്നത്? ഖുൽ പറയുക, അറഅയ്തും മാ അൻസലല്ലാഹു ലക്കും മിർ റിസ്ഖിൻ, അല്ലാഹു നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള അന്നം, ഉപജീവനം, അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഫജഅൽതും മിൻഹു ഹറാമൻ വഹലാല, എന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് ഹറാമാക്കുന്നു ഹലാലാക്കുന്നു. അല്ലാഹു ഇറക്കി തന്ന ഉപജീവനാണ്, അതിനെയാണ് ഹറാമാക്കി പലരും വിലങ്ങുന്നത്, ചിലതിനൊക്കെ ഹലാലാക്കിയിട്ട് ഉപയോഗിക്കുകയും ഉപയോഗിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഖുൽ പറയുക, അല്ലാഹു അദിന ലക്കും, ഇങ്ങനെ ഹറാമാക്കാനും ഹലാലാക്കാനും അല്ലാഹു ആണോ നിങ്ങൾക്ക് അനുവാദം തന്നത്? അം അലല്ലാഹി തഫ്തറൂൻ, അതല്ല അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ വ്യാജം കെട്ടി പറയുകയാണോ, കളവ് പറയുകയാണോ? വമാ ظنُّ الذين يفترون على الله الكذب يوم القيامة, അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടി പറയുന്നവർ അന്ത്യനാളിൽ അവരെന്ത് വിചാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത അപരാധത്തിൻ്റെ വിചാരണയും അതിനുള്ള ശിക്ഷയുമൊക്കെ എന്തായിരിക്കും? അത് വളരെ കടുത്തതും കുറ്റാർഹം, ശിക്ഷാർഹം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഉണർത്തുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചതിനെ അനനുവദനീയമാക്കുക, അനനുവദനീയമാക്കിയതിനെ അനുവദനീയമാക്കുക എന്നുള്ള അപരാധം അതെത്ര കടുത്തത്! അത് അള്ളാഹുവിനെ കുറിച്ച് കളവ് പറയലാണ്. അതിൽ പരിമിതപ്പെടുന്നില്ല ഈ ആയത്തിൻ്റെ വിധിയും തേട്ടവും. ദീനിൽ ഫത്വ പറയുന്ന വിഷയം, ഫത്വ പറയുമ്പോൾ ഹലാലാക്കലും ഹറാമാക്കലുമാണ്. അള്ളാഹുവിനെ പുരസ്കരിച്ചും അള്ളാഹുവിൻ്റെ പേരിലുമാണ് ഫത്വ നൽകുന്നവർ ഹലാലും ഹറാമും പറയുന്നതും പ്രസ്താവിക്കുന്നതും. അപ്പം എത്ര ഗൗരവപ്പെട്ട വിഷയമാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ സത്തയുമായി ബന്ധപ്പെട്ട്, അള്ളാഹുവിൻ്റെ നാമങ്ങളുമായി ബന്ധപ്പെട്ട്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട്, അള്ളാഹുവിൻ്റെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട്, ദീനുമായി ബന്ധപ്പെട്ട് ഒക്കെ പറയുന്നത് ഈ ആയത്തിൻ്റെ വിധിയിലും തേട്ടത്തിലും വരുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായി, വളരെ കണിശമായി, കൃത്യമായി, പ്രാമാണികമായി മാത്രമേ ഇത്തരം വിഷയങ്ങളിൽ പറയാവൂ, പ്രസ്താവിക്കാവൂ, വിധിക്കാവൂ എന്നതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഗൗരവപ്പെട്ട വിഷയം. തഫ്സീറുകളായ തഫ്സീറുകളിലൊക്കെയും ഇത്തരം വിഷയങ്ങൾ സഗൗരവം വിശദീകരിച്ചിട്ടുണ്ട്, സലക്ഷ്യം വിശദീകരിച്ചിട്ടുണ്ട്, ഉദാഹരണങ്ങൾ സഹിതം വിശദീകരിച്ചിട്ടുണ്ട്. അതൊരു വലിയ തഫ്സീറിന്റെ ഭാഗമായതിനാലാണ് എല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഉദ്ധരിക്കാത്തത്. ഏറെ ഗൗരവപ്പെട്ട വിഷയമാണ് അൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ എന്ന ആയത്തിന്റെ ഭാഗം കൈകാര്യം ചെയ്യുന്നത്.